വാട്സപ്പ് യൂട്യൂബ്, വെൽക്കം ടു അനദർ വീഡിയോ. അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ആസ് യൂഷ്വൽ എനിക്ക് വന്നിട്ടുള്ള ഒരു കമൻറ്റ് ബേസ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പം ഒരു പുള്ളി കമൻറ്റ് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ലൈക്ക് എന്തോ ഗിയർ ഇടുമ്പോൾ ഇങ്ങനെ ശബ്ദം വരുന്നുണ്ട്, പിന്നെ ഇങ്ങനെ ഒരു അൺവാണ്ടഡ് നോയ്സ് വരുന്നുണ്ട്, അങ്ങനെ ലൈക്ക് ആ ബേസിലൊരു കമൻറ്റ് വന്നു. അപ്പം എൻ്റെ മൈൻഡിൽ ഓൾറെഡി ഉണ്ടായിരുന്നൊരു ടോപ്പിക്കാണ്, അതായത് ഈ ഡോമിനോറിൻ്റെ ഈ ഗിയർ ആൻഡ് ക്ലച്ച് മെയിൻ്റനൻസിനെ കുറിച്ചിട്ട് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ളത്. സോ അപ്പം എന്തായാലും ആ കമൻറ്റും കണ്ട സ്ഥിതിക്ക് ടോപ്പിക്ക് വേണമല്ലോ വീഡിയോ ചെയ്യാനായിട്ട്. സോ ഞാൻ ഈ ഒരു ഫുള്ള്, അതായത് ചോദിച്ച ഡൗട്ടും ക്ലിയർ ചെയ്തു. പിന്നെ എനിക്ക് ലൈക്ക് ഈ ഡോമിനോറിൻ്റെ ഗിയർ ആൻഡ് ക്ലച്ച് മെയിൻ്റനൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളൊരു ഇതുമായിരുന്നു. അപ്പം എനിക്ക് ഈ വീഡിയോ റണ്ണിങ്ങിൽ തന്നെ ചെയ്യണമെന്നും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതൊരു നിർത്തിയിട്ട് ചെയ്യാണ്ട് റണ്ണിങ് ചെയ്യുന്നത്. നിർത്തിയിട്ട് കാണിച്ചു തരേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ നിർത്തിയിട്ട് തന്നെ കാണിച്ചു തരാം. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ ടോപ്പിക്. ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ഡോമിനോറിൻ്റെ അതായത് ക്ലച്ച് പ്ലേറ്റിനെ കുറിച്ചിട്ടാണ്. സോ ഞാൻ നേരത്തെ പറഞ്ഞു, എൻ്റെ വണ്ടി 2 തവണ ഞാൻ ക്ലച്ച് പ്ലേറ്റ് മാറിയിട്ടുണ്ട്. 2 തവണ ഞാൻ മാറിയതും ലൈക്ക് ലോ ഓയിൽ പ്രഷർ വന്നിട്ട് അതിൻ്റെ ഇതായി. ഫസ്റ്റ് ടൈം മാറിയപ്പോൾ ലോ ഓയിൽ പ്രഷർ വന്നേ ഉള്ളൂ. കമ്പനി കൊണ്ട് കൊടുത്തപ്പം ആ വീഡിയോ കണ്ടവർക്ക് മനസ്സിലാവും, ലൈക്ക് ലോ ഓയിൽ പ്രഷർ പാർട്ട് 1 എന്നുള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും. അവർ ചിലപ്പം അതിൻ്റെ റെക്ടിഫിക്കേഷൻ അതാണെന്ന് പറഞ്ഞിട്ട് ക്ലച്ച് പ്ലേറ്റ് മാറി. അപ്പം എന്നിട്ട് അതൊക്കെ സോൾവ് ആയില്ല. അപ്പം ആ കാര്യങ്ങളൊക്കെ ഞാൻ ഇടയ്ക്കാടിയിൽ പാർട്ട് 1 വീഡിയോ കൊടുക്കാം, നിങ്ങൾക്കത് കണ്ടാൽ മനസ്സിലാവും. രണ്ടാമത്തെ ടൈം ഇപ്പോൾ മാറിയെന്ന് വെച്ചാൽ റീസെൻ്റ്ലി വീണ്ടും കമ്പനിയിൽ ഞാൻ ലാസ്റ്റ് സർവീസ് ചെയ്തപ്പോൾ അവിടെ അവർ ഇതിൽ ഓയിൽ കുറച്ച് ഒഴിച്ചു. ഞാൻ അതിങ്ങനെ കുറേ വലുതായിട്ടൊന്നും ഓടിയിട്ടില്ല. കുറേ നാൾ ഇവിടെ ടു കമ്പനി ടു ഇവിടെ, അങ്ങനെ ഒരു 4-5 ടൈംസ് അങ്ങനെ ഓടിക്കാറുണ്ട്. വീഡിയോ ടു കമ്പനിയിൽ എന്തൊക്കെ ചെയ്ത് കുറച്ച് ആൾ വെച്ചിട്ട് ഓട്ടിച്ച് നോക്കാൻ വേണ്ടി തരും. ഞാൻ തിരിച്ച് വീഡിയോ കൊണ്ടുവരും മുമ്പേ തന്നെ അത് വരും. അപ്പം നമ്മൾ തന്നെ ഓപ്പൺ ചെയ്ത് നോക്കിയപ്പം അതിൽ ഓയിൽ കുറവായിരുന്നു, അതായിരുന്നു ഇഷ്യൂ. സോ ഇങ്ങനെ പിന്നെ ഞാൻ ആ ഇഷ്യൂ കഴിഞ്ഞ് കുറേ ഓടിയപ്പം ഞാൻ ഈ വണ്ടി ഇങ്ങനെ ഓടിച്ച് നോക്കുമ്പോൾ അത് ടോപ്പ് ഗിയർ, എൻ്റെ വണ്ടി നല്ല ടോപ്പ് അടി, അതായത് 170 നിയറിൽ ടോപ്പ് എൻ്റെ അടിക്കുമ്പോഴുണ്ട്. അപ്പം പെട്ടെന്നായപ്പം എനിക്ക് ആ ടോപ്പ് എൻ്റെ ബിസ്, അതായത് ഞാൻ 155 കൊണ്ട് 6th ഗിയർ ഇടുമ്പോൾ സ്പീഡ് കയറത്തുമില്ല. സ്പീഡ് RPM ഇറങ്ങും, സ്പീഡും ഇറങ്ങും നല്ല രീതിക്ക്. ഒരു നോർമലി നമ്മളിങ്ങനെ ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം ഒരു 1K RPM താഴെ വന്നിട്ട് അങ്ങ് റൈസാക്കിയത്. ഇതങ്ങനെയില്ല, നല്ല രീതിക്ക് RPM ഇറങ്ങി 7K വന്നിരിക്കും. അപ്പോൾ ഇത് ഞാൻ കുറേ നാൾ നോട്ട് ചെയ്തപ്പം എനിക്ക് ഡൗട്ട് അടിച്ച് ഞാൻ ഓട്ടോടെക് അസോസിയേഷൻ ഓട്ടോടൊക്കെ കൊണ്ടുപോയി. ഓട്ടോടൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു ഫ്രണ്ടിൻ്റെ ഗാരേജാണ്, ബാംഗ്ലൂർ രാമൂർത്തി നഗറുള്ളവർക്ക് അറിയാം. ലൈക്ക് ബാംഗ്ലൂർ ബേസ്ഡ് ഒരു ഗാരേജാണ്. അവിടെ കൊണ്ട് ഞങ്ങളത് ഓപ്പൺ ചെയ്ത് ക്ലച്ച് കേസ് ഓപ്പൺ ചെയ്ത് നോക്കിയപ്പോൾ ക്ലച്ച് പ്ലേറ്റ് മൊത്തം ഹീറ്റായി ബ്ലൂ കളറിലായി. സോ അങ്ങനെ സെക്കൻഡ് ടൈം ക്ലച്ച് പ്ലേറ്റ് മാറി. ഞാനിപ്പം ഫസ്റ്റ് ടൈം ക്ലച്ച് പ്ലേറ്റ് മാറിയപ്പോൾ അവർ 2005 ക്ലച്ച് പ്ലേറ്റ് മാത്രമാണ് മാറിയത്. സെക്കൻഡ് ടൈം മാറിയപ്പോൾ ക്ലച്ച് സെറ്റോടെ മാറി. ആക്ച്വലി നമ്മുടെ ഡോമിനോറിന് ക്ലച്ച് ഇത് മാറുമ്പോൾ ക്ലച്ച് സെറ്റോടെ മാറാൻ നോക്കണം, അതായത് സ്ലിപ്പർ ക്ലച്ച് വരുന്ന വണ്ടിയാണ്. സോ ഇറ്റ്സ് അഡ്വൈസബിൾ. കാരണം സൂപ്പർ ക്ലച്ച് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഒരു ആക്ഷനുള്ളൊരു സാധനമാണ്, ഫുള്ളായിട്ട് മറ്റ ക്ലച്ച് പോലെ ബെല്ല് മാത്രം തേഞ്ഞ് വരുന്നൊരു സംഭവമല്ല. സോ സൂപ്പർ ക്ലച്ചുള്ള വണ്ടികൾക്ക് മാറുമ്പം ലൈക്ക് ഐ തിങ്ക് ഇറ്റ്സ് കോസ്റ്റ് അറൗണ്ട് 5.5 to 6K സംതിങ് സെറ്റ്. അപ്പം നിങ്ങൾ ഇതിലാണ് മാറേണ്ടത്. ആൻഡ് ഡോമിനോറിന് അഡ്വൈസ് വൺസ് 20,000 to 30,000 കിലോമീറ്റർ വൺസാണ് ക്ലച്ച് മാറണമെന്നുള്ളത് കമ്പനി ക്ലെയിം ചെയ്യുന്നത്. അപ്പം നിങ്ങൾ അങ്ങനെ മാറുവാണ്, ഇതിൻ്റെ പ്രശ്നം പറ്റിയത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇഷ്യൂ നിങ്ങൾക്ക് വന്ന് മാറുവാണെങ്കിൽ ആ ഒരു ടൈം ഇൻ്റർവെല്ലിൽ നിങ്ങൾ മാറുമ്പോൾ ക്ലച്ച് പ്ലേറ്റ് മാത്രം മാറാൻ നോക്കല്ലേ, ആ ഫുള്ള് തെറ്റ് ക്ലച്ച്. എന്നാലേ നിങ്ങൾ ആ മാറുന്ന കാര്യത്തിനൊരു ലൈക്ക് എഫക്റ്റ് ഉണ്ടാവുള്ളൂ, ലൈക്ക് അതിനൊരു യൂസ് ഉണ്ടാവുള്ളൂ. പിന്നെ എനിക്ക് അഡ്വൈസായിട്ട് പറയാനുള്ള കുറേ കാര്യങ്ങളെന്ന് വെച്ചാൽ, നമ്മൾ ഇങ്ങനെ ഫോർ ലോങ് മെയിൻ്റനൻസ് ഈ കർച്ച ഇങ്ങനെ ബേൺ ആവാണ്ട് ലോങ് ആയിട്ട് കൊണ്ടുപോകാൻ എന്നുള്ളതൊരു ഇതെന്ന് വെച്ചാൽ, അതായത് ലോ ഗിയർ, അതായത് ഫസ്റ്റ് സെക്കൻഡ് ഗിയറൊക്കെ ഇട്ട് നമ്മളിങ്ങനെ വണ്ടി നല്ല വലിപ്പിച്ചെടുക്കൂല. റെഡ് ലൈൻ, അതായത് ഒരു 7K 8K ഒക്കെ ഓക്കെയാണ്, നല്ല ലൈക്ക് വണ്ടിയുടെ ഫുള്ള് റെഡ് ലൈൻ അടിക്കും വരെ വലിപ്പിച്ചെടുത്തെടുത്ത് ആ ഓട്ടിക്കുന്നതൊക്കെ ഒന്ന് അവോയ്ഡ് ചെയ്യുക. പിന്നെ നമ്മൾ ട്രാഫിക്കിൽ നിൽക്കുമ്പോൾ ഹാഫ് ക്ലച്ച് അല്ലെങ്കിൽ ക്ലച്ച് ഹോൾഡ് ചെയ്ത് ഫസ്റ്റ് ഗിയർ ഇട്ട് ക്ലച്ച് ഹോൾഡ് ചെയ്ത് നിർത്തുന്നത്, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. അതായത് ട്രാഫിക്കായിട്ട് നിങ്ങൾ ഒന്ന് വണ്ടി ഓഫ് ചെയ്ത് വിടുക, അല്ലെങ്കിൽ ന്യൂട്രൽ ഇട്ട് ഐഡിൽ വിടുക, അങ്ങനെയൊക്കെ എന്തെങ്കിലും ഫോളോ ചെയ്യുക. സോ ഇതൊക്കെ വന്നിട്ട് ക്ലച്ച് ലോങ് ടേമിൽ
കൊണ്ടുപോകാനായിട്ട് നല്ല രീതിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ക്ലച്ച് വണ്ടിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുമ്പം ക്ലിങ് 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 എന്നൊരു നോയ്സ് ഉണ്ടാവും. അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഈ ഫസ്റ്റ് ടു സെക്കൻഡ് അല്ലെങ്കിൽ സെക്കൻഡ് ടു തേർഡ്, ഇതാണ് പുള്ളിക്ക് ചോദിച്ചത്, ഇടുമ്പം ഏതെങ്കിലും ഒരു ഗിയറിൻ്റെ നടുക്കിൽ, അതായത് ഫസ്റ്റ് ടു സെക്കൻഡ് ടു തേർഡ് ഇടുമ്പം സെക്കൻഡിൻ്റെ തേർഡിൻ്റെ നടുക്കിൽ കയറി ഈ ഒരു സാധനം ഗിയർ ലിവർ ലോക്കാവും. സോ ഇതിന് ഇതിൻ്റെ പ്രോബ്ലം എന്തെന്ന് വെച്ചാൽ ഈ നല്ല രീതിക്ക് നിങ്ങൾ വണ്ടി മെയിൻറ്റെയിൻ ചെയ്യാണ്ട് നല്ല രീതിയിൽ റാഷായിട്ടോ അല്ല ഗിയർ ചടപടാന്നിട്ട് മാറ്റി ആവശ്യമില്ലാണ് അൺവാണ്ടഡ് ഗിയർ ഷിഫ്റ്റൊക്കെ അവോയ്ഡ് ചെയ്തു. ഇങ്ങനെയൊക്കെ അവോയ്ഡ് ചെയ്ത് ഓട്ടിക്കാണ്ട് ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പം ഈ അതായത് ഈ ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കാൻ ഒരു ഫോർക്കുണ്ട്, അതായത് ഗിയർ ഷിഫ്റ്റ്, അത് ക്ലച്ച് ഫോർക്കാവും, അതിൻ്റെ ഒരു ഫോർക്ക് എന്ന് പറയും. അതായത് ഇങ്ങനെ ഒരു ഇതാണ് ഈ ഗിയറിന് ഇങ്ങനെ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടി ഇതായിക്കുന്നത്. അപ്പം നിങ്ങളിങ്ങനെ ഭയങ്കര റഫായിട്ടൊക്കെ ഓട്ടിച്ച് പ്രോപ്പർലി മെയിൻറ്റെയിൻ ചെയ്യേണ്ടതൊക്കെ ഇത് ഓട്ടിച്ച് വരുമ്പോൾ ഈ ഒരു സാധനം, അതായത് ഈ ഫോർക്ക് കംപ്ലൈൻറ്റ് ആകുമ്പോഴാണ് ഈ അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ട് ഗിയറിൻ്റെ നടുക്കും കയറി ഈ ഗിയർ ലോക്ക് ആവുന്നത്. പിന്നെ അതിലേക്ക് അതുപോലെ പ്രശ്നം വരാനുള്ള കാരണം നിങ്ങളെ ചെയിന് പ്രോപ്പർ അല്ലേലും വരാം. അതായത് ചെയിന് പ്രോപ്പർ അല്ലേലും നമ്മൾ ഗിയർ ഇടുമ്പം ആ പ്രോപ്പർലി ഒരു ഫീല് കിട്ടും. അതായത് ഈ ചെയിനൊക്കെ പ്രോപ്പർലി അത് ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞാൽ, അതായത് അത് ഇത്ര കിലോമീറ്റർ ഓടിക്കഴിഞ്ഞിട്ടുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എളുപ്പത്തിൽ കണ്ടുപിടിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളൊരു പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് എടുത്ത് നോക്കുക. ഇപ്പം നിങ്ങളുടെ ചെയിൻ സ്പ്രോക്കറ്റ് എടുത്ത് നോക്കുക. നമ്മൾ നല്ല യൂസ് ചെയ്ത ചെയിൻ സ്പ്രോക്കറ്റ് ആണെങ്കിൽ ചെയിൻ സ്പ്രോക്കറ്റിൻ്റെ പല്ല് നല്ല കൂർത്തിരിക്കും. നിങ്ങൾ പുതിയ ചെയിൻ സ്പ്രോക്കറ്റ് നോക്കുകയാണെങ്കിൽ പല്ല് ഭയങ്കര കൂർത്തിരിക്കില്ല, ആ മുകളുടെ ഇത് വന്നിട്ട് കുറച്ചൊരു ഫ്ലാറ്റ് ആയിട്ടിരിക്കും. അപ്പം ഇങ്ങനെയൊക്കെ വെച്ച് നിങ്ങളുടെ പല്ല് ഫുള്ള് കൂർത്തൊക്കെ ഇരിക്കുവാണെങ്കിൽ അത്യാവശ്യം ചെയിനിൻ്റെ ലൈഫൊക്കെ ആയി. പിന്നെ ചെയിന് ഒരു റൊട്ടേഷനിൽ ടൈറ്റായും മറ്റൊരു റൊട്ടേഷനിൽ ലൂസായിട്ടൊക്കെ കറങ്ങുവാണെങ്കിൽ അത്യാവശ്യം ചെയിനിൻ്റെ ലൈഫായി, ചെയിന് മാറാറായി. പിന്നെ സ്പ്രോക്കറ്റ് റബ്ബർ, അതായത് സ്പ്രോക്കറ്റ് റബ്ബറൊക്കെ ലൂസ് ആകുവാണെങ്കിലും ഈ എഞ്ചിനിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന അത്രയും പവർ റിയൽ വീലിലോട്ട് എത്താതിരിക്കാം, ലൈക്ക് പവർ ലോസൊക്കെ ഉണ്ടാവാം. സോ ഇതൊക്കെ വെച്ചും ഈ കാര്യങ്ങൾ ഇതൊക്കെ കൊണ്ടും ഈ കാര്യങ്ങൾക്ക് ഈ പ്രശ്നങ്ങൾ വരാം. അപ്പം ഇപ്പോൾ സപ്പോസ് ഇതൊന്നും മാറ്റി നിങ്ങൾ പ്രോബ്ലം സോൾവ് ആയില്ല, തിരിച്ചും സ്പോക്കറ്റ് റബ്ബർ പക്കയാണ്, ചെയിന് പക്കയാണ്, തിരിച്ചും ഇതിൽ തിരിച്ചും നിങ്ങൾക്ക് ആ ഒരു രണ്ട് ഗിയറിൻ്റെ അവിടെ കയറി ലോക്ക് ആവുന്നത് എന്നുകൊണ്ടാണെങ്കിൽ നിങ്ങൾ ഈ സെക്കൻഡ്സ് എടുത്ത വണ്ടി അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കര റഫായിട്ട് യൂസ് ചെയ്ത വണ്ടിക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന ഫോർക്കിന് പണി കിട്ടിയിട്ടായിരിക്കാം. ഇപ്പോൾ നിങ്ങൾ നെക്സ്റ്റ് ടൈം എൻജിൻ റീബിൾട്ട് അങ്ങനെ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ആ ഗിയർ ഷിഫ്റ്റ് ഫോർക്കും കൂടെ ഒന്ന് ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. അതിന് പണി കിട്ടാണ്ടൊരു അൺവാണ്ടഡ് ഗിയർ ഷിഫ്റ്റ് അവോയ്ഡ്. അൺവാണ്ടഡ് ഗിയർ ഷിഫ്റ്റ് എന്ന് വെച്ചാൽ ഇപ്പോൾ നിങ്ങളിതുപോലത്തെ ഒരു N2N ട്രാഫിക്കിലാണ്. N2N ട്രാഫിക്കിൽ നിങ്ങൾക്കൊന്നി ഇതുപോലെ ഫസ്റ്റ് ഗിയറിട്ട് ആക്സിലേറ്റർ ഒന്നും ഇല്ലാണ്ട് തന്നെ ക്ലച്ചൊന്നും യൂസ് ചെയ്യാണ്ട് സ്മൂത്ത്ലി നമുക്ക് ബ്രേക്ക് മാത്രം വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റും, വണ്ടി ഓഫ് ആവാണ്ട്. പിന്നെ അത്രമാത്രം ടോർക്കുള്ളതുകൊണ്ട് ഞാനിത് ആക്സിലേറ്റർ ചെയ്തില്ലെങ്കിലും വണ്ടി മൂവിങ്ങിൽ വണ്ടി അങ്ങനെ ഇടിച്ച് ഓഫ് ആവത്തൊന്നുമില്ല. പിന്നെ ചുമ്മാ ഇവിടെ നിന്ന് ഇപ്പോൾ അതുവരെ പോകാനായിട്ട് ഇവിടെ പെട്ടെന്ന് ഫസ്റ്റ് സെക്കൻഡ് ഇട്ടിട്ട് പിന്നെ ഇവിടെ നിന്ന് തിരിച്ച് ഫസ്റ്റിലേക്ക് വരും. അങ്ങനെ ഒരു റാഷായിട്ട് ഇതിൽ കിടന്ന് ഒട്ടിക്കുമ്പോൾ പിന്നെ അങ്ങനെ ചുമ്മാ ഹാഫ് ക്ലച്ച് വെച്ച് ഓട്ടിക്കണം. അപ്പം ഈ ഡൊമിനോർ പോലത്തെ ഒരു വണ്ടിക്ക് നിങ്ങൾ ഹാഫ് ക്ലച്ച് ഹോൾഡ് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം അതിന് അത്രയും ടോർക്കുള്ളതുകൊണ്ട് വണ്ടി ചെറിയൊരു മൂവ്മെൻറ്റ് കിട്ടിയാലും വണ്ടി മൂവ്. ഞാനിപ്പം ഈ ഇത്രയും ട്രാഫിക്കിൽ ഞാൻ ഇതിൽ നിന്ന് കൈ എടുത്താൽ പോലും എൻ്റെ വണ്ടി എൻ്റെ ടയറിൻ്റെ റൊട്ടേഷൻ നിൽക്കുമ്പോൾ അത് ഓഫ് ആവില്ല. അപ്പം ഞാൻ ആ ഒരു ചെറിയൊരു മൂവ്മെൻറ്റും കീപ്പ് ചെയ്ത് അങ്ങോട്ട് പോകും. സോ ഇതുപോലെയൊക്കെ അൺവാണ്ടഡ് ഗിയർ ഷിഫ്റ്റൊക്കെ അവോയ്ഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഇത് വരുന്നത് നല്ല രീതിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം ഉള്ളത്, ഞാനിപ്പോൾ അവിടെ കൊണ്ട് വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാം. അത് വണ്ടി നിർത്തിയിട്ട് കാണിച്ചു തരാനുള്ളൊരു കാര്യമായിരുന്നു. ഞാൻ നിർത്തിയിട്ട് കാണിച്ചു തരാമെന്ന് പറഞ്ഞാൽ ഇതാണ് ഈ ഒരു ഇതിൻ്റെ പ്ലേ. അതായത് നമ്മളിതിങ്ങനെ പ്ലേ ചെയ്യുമ്പം ഈ സ്ഥലത്ത് പ്ലേ നല്ല രീതിക്ക് വരാൻ പാടില്ല. നിങ്ങൾക്കിപ്പോൾ കണ്ടാൽ മനസ്സിലാവും ഞാനിവിടെ ഒരു നെറ്റോട് ഇട്ട് വെച്ചേക്കുന്നത്. കാരണം ഈ ഒരു പ്ലേ കൂടി കഴിഞ്ഞാലും നമ്മൾ ആ ഗിയർ ഇടുമ്പോൾ ഒരു ഫീൽ കിട്ടില്ല. അത് എങ്ങനെയെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞുതരാം. മെയിൻലി ഈ ഫീൽ തോന്നുന്നത് ഫസ്റ്റ് ടു സെക്കൻഡ് ഇടുമ്പം ന്യൂട്രലിൽ സ്റ്റക്കാവും. അതായത് നമ്മൾ എപ്പോഴും ഇടുന്ന ഒരു പ്രഷർ, എപ്പോഴും ഇടുന്ന ഒരു ഇത് നമ്മൾ ആ ഒരു ഇതിൽ കൊടുക്കുമ്പം പക്ഷെ അത് സെക്കൻഡിലോട്ട് വീഴില്ല, അതുപോലെ ന്യൂട്രലിൽ സ്റ്റക്കാവും. അതൊക്കെ വരാനുള്ളൊരു മെയിൻ കാരണം ഇതിൻ്റെ ഒരു പ്ലേ ആണ്.
അപ്പോൾ ഇതിന് ഏകദേശം 400 റുപ്പീസ് എങ്ങോട്ടാണ് പറയുന്നത്. അപ്പോൾ ഇത് ഭയങ്കര പ്ലേ വന്നു കഴിഞ്ഞാൽ, ഇവിടെ ഭയങ്കര പ്ലേ വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഫുള്ള് സെറ്റ് അങ്ങ് മാറ്റിയേക്കണം. അപ്പം ഇതൊക്കെ നമ്മളൊരു റൈഡിങ് ഫീഡ്ബാക്കിനെ അഫക്റ്റ് ചെയ്യുന്നൊരു കാര്യമാണ്. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര ഒച്ച, അതായത് ഫസ്റ്റ് ടു സെക്കൻഡ് തേർഡിൽ നിന്ന് ഫോർത്തൊക്കെ ഇടുമ്പം ഭയങ്കര ഒച്ച വരുന്നു എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പോൾ അതിന് ഞാൻ ഒരു സൊല്യൂഷൻ പറഞ്ഞുതരാം. സോ എനിക്കിത് പൊതുവെ ഞാൻ ഡോമിനർ ഓട്ടിച്ച് ഫീൽ ആയതാണ്. അപ്പോൾ ഞാൻ ഫസ്റ്റ് ഗിയർ, ഇപ്പോൾ ഞാൻ എപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഞാൻ ന്യൂട്രലിട്ടേ സ്റ്റാർട്ട് ആവുള്ളൂ. അത് ഏതൊരു ട്രാഫിക്ക് തന്നെയാണ്. അപ്പോൾ ഞാൻ ട്രാഫിക്കിൽ വണ്ടി ഐഡിൽ നിർത്തുന്ന കുറവാണ്, നിർത്താൻ ന്യൂട്രലേ നിർത്തുള്ളൂ. മോസ്റ്റ്ലി നല്ല ട്രാഫിക്കൊക്കെയാണ് ഞാൻ ഓഫ് ചെയ്യും വണ്ടി. അപ്പോൾ ഞാൻ തിരിച്ച് സ്റ്റാർട്ട് ചെയ്യുമ്പം ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്ത്, അതായത് സെൽഫ് അടിക്കുമ്പം അതിൻ്റെ കൂടെ തന്നെ ഞാൻ ഫസ്റ്റിലേക്ക് ഗിയർ ഷിഫ്റ്റ് ചെയ്യും. സോ ക്ലച്ച് പിടിക്കും, സെൽഫ് അടിക്കും, ഉടൻ തന്നെ ഞാൻ ഫസ്റ്റ് ഇടും. അപ്പം ഈ ടക്ക് എന്നുള്ളൊരു ഒച്ചപ്പാടില്ലേ ന്യൂട്രൽ ഫസ്റ്റ് ഇടുമ്പോൾ, അത് കാണിച്ചു തരാം ഞാൻ. അത്രയേ ഉള്ളൂ, ആ ഒരു ഒച്ചപ്പാടൊന്നുമില്ല. ഞാൻ തിരിച്ച് ന്യൂട്രലാക്കിയിട്ട് ഞാൻ ഫസ്റ്റ് ഇടുവാണെങ്കിൽ ഈ ഒച്ചപ്പാട് നമുക്ക് അവിടെ അവോയ്ഡ് ചെയ്ത് കിട്ടും. അപ്പോൾ ഇതാണ് ഇത്. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മൾ ഫസ്റ്റ് ഇട്ടു, ഈ ഒച്ചപ്പാട് അവോയ്ഡ് ചെയ്യാണ്ട് ഞാൻ ഒരു ട്രിക്ക് പറഞ്ഞത് 0 നിന്ന് അത്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഇട്ട് മൂവ് ചെയ്യുവാണ്. ഇപ്പോൾ ഇവിടെ നിന്ന് സെക്കൻഡ് ഇടണം. അപ്പോൾ ഞാൻ എന്ത് പറയുന്നത് വെച്ചാൽ, സെക്കൻഡ് ഇടാൻ ടൈം ആകുമ്പോൾ നമ്മളൊരു ഗിയർ ലിവറിൻ്റെ പുറത്തൊരു പ്രഷർ കൊടുത്ത് വയ്ക്കുക. അതായത് ഒരു ത്രോട്ടിൽ ക്ലോസ് ചെയ്യുമ്പം ക്ലച്ച് പിടിക്കണതും ഗിയർ ഇടുന്നതും ഓൺ ദ സെക്കൻഡ് ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ഒച്ചപ്പാട് നമുക്ക് നല്ല രീതിക്ക് ഫസ്റ്റ് ടു സെക്കൻഡ് ടു തേർഡ് ആ ഒരു ഒച്ചപ്പാട് നമുക്ക് നല്ല രീതിക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ സ്മൂത്തായിട്ട് ഗിയർ ഷിഫ്റ്റ് ചെയ്യണത്. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വരെ കാണിച്ചു തരാം. സോ ഞാൻ ഫസ്റ്റിലാണ് പ്രഷർ കൊടുത്ത് വെച്ചിട്ടുണ്ട് കാലിൽ. സെക്കൻഡായി, ഒരു ഒച്ചപ്പാടില്ല, സെക്കൻഡായി, തേർഡായി, ഫോർത്തായി, കണ്ടില്ലേ? അതായത് ഇപ്പം ഗിയർ മാറ്റിയപ്പം എനിക്ക് ആ ഒരു ഒച്ചപ്പാടും എനിക്ക് വണ്ടിയുടെ സൈഡിൽ നിന്നില്ല, ടിക്ക് എന്നുള്ള ഒരു ഒച്ചപ്പാടുമില്ല. അത്ര സ്മൂത്തായിട്ടാണ് ആ ഗിയർ മാറിയത്. ഇനി ഗിയർ ഡൗൺ ചെയ്യുമ്പം ഞാൻ പൊതുവേ ഇത് ഫസ്റ്റിൽ ക്ലോസ് ചെയ്യണം, സെക്കൻഡിലാണ്. ഇപ്പം ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ റിവ് മാച്ച് ചെയ്ത് ഡൗൺ ചെയ്യണം. സോ അങ്ങനെ പിന്നെ റിവ് മാച്ച് ചെയ്ത് ഡൗൺ ചെയ്യുമ്പം, സോ ഈ റിവ് മാച്ചിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളൊരു കുറേ വീഡിയോ യൂട്യൂബിൽ ഓൾറെഡി അവൈലബിൾ ആണ്. ഞാൻ അതൊക്കെ ഇതിൽ കൂടെ ആഡ് ചെയ്ത് ഈ വീഡിയോ ഞാൻ ഭയങ്കര ലെന്താക്കാനൊന്നും നോക്കുന്നില്ല. സോ ഇതൊരു റിവ് മാച്ച് നിങ്ങളിപ്പം പഠിക്കും. പക്ഷേ ഞാൻ ഇതിന് ആദ്യം പറഞ്ഞു തന്നൊരു ട്രിക്ക്, അതായത് ആ ന്യൂട്രലിൻ്റെയും ആ ഗിയർ എങ്ങനെ, അതായത് ഗിയർ ലിവറിൻ്റെ പുറത്തൊരു പ്രഷർ വയ്ക്കുക, പ്രഷർ ബിൽഡ് ചെയ്ത് വയ്ക്കുക. നമ്മൾ ത്രോട്ടിൽ ഡിപ്പ് ചെയ്യുമ്പം ഓട്ടോമാറ്റിക് ഗിയർ മാറാം. ത്രോട്ടിൽ ഡിപ്പ് ചെയ്യണതും ക്ലച്ച് ഹോൾഡ് ചെയ്യണതും പ്രഷർ അങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് ആ ഒരു രീതിയിൽ തന്നെ നമുക്ക് ആ ഗിയർ മാറും, സ്മൂത്തായിട്ട് ഗിയർ മാറും. സോ ഇങ്ങനെ ഗിയർ മാറ്റുമ്പോൾ വണ്ടിയും എഞ്ചിനും സ്ട്രെസ്ഫുൾ അല്ല, നല്ല സ്മൂത്തായിട്ട് വണ്ടി കൊണ്ടു നടക്കാനും പറ്റും. സോ ഇതൊരു ടിപ്പാണ്. സോ ഈ ഒരു ടിപ്പ് കുറേ പേർക്ക് യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. ഇല്ലെങ്കിൽ വണ്ടി ഓട്ടിക്കുന്നവർക്കും ഈ വണ്ടി ഓൺ ചെയ്യുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആകുമെന്ന് കരുതുന്നു. സോ അതുകൊണ്ട് ഇതിങ്ങനെ പെട്ടെന്ന് കമൻറ്റ് കണ്ടുകൊണ്ട് ചെയ്യണം എന്ന് തോന്നിയൊരു വീഡിയോ ആണ്. സോ ഈ അത്രയേ ഉള്ളൂ. ഇതൊരു ഷോർട്ട് വീഡിയോ ആണെന്ന് തോന്നുന്നു, എനിക്കറിയില്ല എത്ര മിനിറ്റ് ഉണ്ടെന്ന്. സോ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് കരുതിക്കൊണ്ട് ഞാൻ വേറൊരു വീഡിയോയിൽ നിങ്ങളെ കാണാം. സോ അണ്ടിൽ ദെൻ ബൈ. ഇതുപോലെ വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ എനിക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചാൽ മതി. എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു ടോപ്പിക് ആണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും ഒരു വീഡിയോ ആയിട്ട് വരും. സോ അണ്ടിൽ ദെൻ ബൈ.